കമല ദാസ് അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ പോയംസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പോയംസ് ആണ് ദ ഓൾഡ് പ്ലേ ഹൗസ് പിന്നെ ആൻ ഇൻട്രൊഡക്ഷൻ. Kamala Das defied expectations and social norms with poignant and honest poems. Her ability to utilize poetry to shed light on her inner workings of female psyche has made her one of the most well-known poets. 1947 അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയമാണ് കമല ദാസിന്റെ ലിറ്റററി എറ എന്ന് അറിയപ്പെടുന്നത്. ചില കൺസർവേറ്റീവ് സോഷ്യൽ നോംസ് ഉണ്ടായിരുന്നു that were in vogue at that time, that is rigid gender roles and traditional expectations for women. ഇതിനെയൊക്കെ ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെയും സോഷ്യൽ നോംസിനെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തുകൊണ്ട് ആണ് കമല ദാസ് എഴുതിയിരുന്നത്. അതിന് വളരെ ക്രിറ്റിസിസം കേട്ടിരുന്നു. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ ഡിഫൈ ചെയ്തുകൊണ്ട് എഴുതിയിരുന്നു. In India's post-independence era, her poetry skill captures complexities of identity and love against backdrop of social norms. 1950s-ലും 1960s-ലും regional literary movements and trends as authors celebrated cultural backgrounds. Regional literary movements ഉണ്ടായിട്ടുണ്ട് 1950s-ലും 1960s-ലും because authors celebrated cultural backgrounds. Kamala broke boundaries and social conventions through honest and moving poetry, thus carving a niche in both English and Malayalam literature. കമല ദാസിന്റെ വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു വർക്കാണ് എൻ്റെ കഥ, ഓട്ടോബയോഗ്രഫിയാണ്. അത് 1973-ലാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വൺ ഓഫ് ഹർ മോസ്റ്റ് വെൽ നോൺ വർക്ക്സ്. പിന്നെ ഹർ വർക്ക്സ് ഫ്രീക്വൻ്റ്ലി സ്പാർക്ക്ഡ് കോൺട്രവേഴ്സി ബിക്കോസ് ടാബു ടോപ്പിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ നോംസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കമലദാസിന്റെ വർക്ക്സിൽ, അല്ലെ അതിനെ ഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് വളരെ ക്രിറ്റിസിസത്തിന് കോസ് ആയിട്ടുമുണ്ട്. ഷീ delved into women's minds and wrote openly about marital relationships and sexual life during a time when talking about sexuality and relationships in public was frowned upon. Genuine and unfiltered honesty in poems openly confesses her rejection of roles that have been forced upon her by expectations of society. ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് സൊസൈറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഡിഫൈ ചെയ്തുകൊണ്ടാണ് കമലദാസ് എഴുതിയിരുന്നത്. ദ ഓൾഡ് പ്ലേ ഹൗസ്, ഇതിന്റെ സെറ്റിംഗ് ഒരു പഴയ വീടാണ്, ഒരു മലയാളി, ഒരു കേരള വീട്. once vibrant with laughter and family life, now quiet and shadowed with memory. Cracks ഉണ്ടായിട്ടുണ്ട്, faded paint, creaking stairs that reflects time's passage. ഇതിന്റെ physical traces എന്ന് പറയുന്നത് ഇമോഷണൽ ട്രേസസ് ആണ്. ദാറ്റ് ഇസ് സെന്റ്, ചിപ്ഡ് ഡോർ ഫ്രെയിം, ഫെമിലിയർ സൗണ്ട്സ്, ഇതെല്ലാം. ഈ ഒരു ഹൗസ് എംബോഡി ചെയ്യുന്നത് ജോയിയെ മെലാങ്കളി ഓഫ് ദ പാസ്റ്റിനെയാണ്. വുഡോ സ്റ്റോണോ അല്ല, ഇറ്റ് ഹോൾഡ്സ് ലാഫർ, ആർഗ്യുമെന്റ്സ്, കെയർ ആൻഡ് നെഗ്ലെക്ട്. ഈ വീടിൻ്റെ അകത്തെ റൂംസ് മിറർ ചെയ്യുന്ന ലൈഫ്സിനെയാണ്, റിലേഷൻഷിപ്സിനെയാണ് ആൻഡ് ഫ്ലീറ്റിംഗ് ഇൻറ്റിമസീസ്. പാസ്റ്റ്, ആ വീടിന്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ടു live in recollection even in absence. Spaces remind us that life is carried in traces and stories. Honoring the past deepens appreciation of the present. Spaces remind us that life is carried in traces and stories. Stories അല്ലെ പാസ്റ്റിന് ലൈഫിൽ, മനുഷ്യന്റെ ലൈഫിൽ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വീടിന്റെ പാസ്റ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓണറിങ് ദ പാസ്റ്റ് deepens appreciation of the present. ഇതിന്റെ philosophical insight എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ house becomes a companion and silent teacher, showing connection between memory, presence and identity. Not just about a house but a meditation on memory, loss and enduring human experience. ഈ ഒരു വീടിന്റെ അകത്തെ സ്പേസ് continues to speak even in emptiness, carrying the weight of lives once lived. ഒരു ഫീമെയിൽ പ്രൊട്ടഗോണിസ്റ്റ് ആണ്. ഷീ എക്സ്പ്ലോർസ് ദ കൺസെപ്റ്റ് ഓഫ് ട്രൂ ലവ് ഇൻ ഹർ പോയം, എക്സ്പ്രസസ് ഹർ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് മെയിൽ ഷോവനിസം കൺവേർഡ് ഇൻ എ പവർഫുൾ ആൻഡ് കോൺവെർസേഷണൽ ഇഡിയം.
ഫ്രസ്ട്രേഷൻ ഇൻ ലവ് ആണ് പോയത്തിലെ മെയിൻ തീമായിട്ട് വരുന്നത്. അംബിഗീസ് ആൻഡ് ഡെലിബറേറ്റ് പ്ലേ അപ്പോൺ വേർഡ് യു എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഹസ്ബൻഡ് ഓർ അനദർ പേഴ്സൺ ആണ്. ഇൻ കീപ്പിംഗ് വിത്ത് വുമൻസ് പേഴ്സണാസ് ലിബറേറ്റഡ് സ്പിരിറ്റ്. അവർക്ക് എന്താണ് വേണ്ടത്? നോളജ് ആൻഡ് അവയർനെസ് ഓഫ് ഹെർസെൽഫ് ത്രൂ അതർ മാൻ. The man to whom she uncovers her deep thoughts differs not in least from her knowledge about another man. Is also not free from carnal hunger and domineering ego of male. ഈ ടൈറ്റിൽ ഒരു പ്ലേ ഹൗസ്, The Playhouse എന്ന ടൈറ്റിൽ. ഇറ്റ്സ് എ മിനിയേച്ചർ റെൻഡിഷൻ ഓഫ് എ ഹൗസ് ഫോർ ചിൽഡ്രൻ ടു പ്ലേ. അപ്പോൾ പ്ലേ ഹൗസ് റീഇൻഫോഴ്സ് ചെയ്യുന്നത് ട്രഡീഷണൽ ജെൻഡർ റോൾസിനെയാണ് ആൻഡ് മെയിൻറ്റെയിൻസ് ഹെജിമണി ഓഫ് എ മാൻ ഓവർ വുമൻ. ഇതൊരു മച്ച് ലാർജർ കൺസെപ്റ്റ് ആണ്, പക്ഷെ അതിന്റെ ഒരു മൈക്രോകോസം ആണിത്. സിംബലൈസിങ് ട്രഡീഷണൽ പാട്രിയാർക്കൽ സൊസൈറ്റി ആസ് എ വേൾഡ്. ഒരു തിയേറ്റർ ആയിട്ടും ഈ പ്ലേ ഹൗസിനെ കാണുന്നുണ്ട്. ആസ് ഷി എക്സ്പ്ലോർസ് ഇറ്റ്സ് ടൈറ്റിൽ ഇൻ തേർഡ് വേഴ്സ് when speaker compares her thoughts to an old playhouse. അപ്പോൾ പ്ലേ ഹൗസിന്റെ ആർക്കാണ്, തിയേറ്ററിന്റെ ആർക്കാണ്. A playhouse is an energetic, humorous and expressive creative space. സ്പീക്കർ ക്ലെയിം ചെയ്യുന്നത് that she used to feel completely alive. Lights have all gone out. അപ്പോൾ പഴയ പ്ലേ ഹൗസ് ആണ്, അവിടുത്തെ ലൈറ്റ് എല്ലാം പോയി, എല്ലാം ഇരുട്ടായിട്ടിരിക്കുകയാണ്. പ്ലേ ഹൗസ് is just a shell of its former self. ആ പ്ലേ ഹൗസ് നേരത്തെ എന്തായിരുന്നോ അതിന്റെ ഒരു ഷെല്ല് മാത്രമാണ് ഇപ്പോൾ, സ്റ്റാൻഡിങ് ഡെസലേറ്റ് ആൻഡ് അബാൻഡൻഡ്. The woman persona has been a swallow with an inborn urge to fly. അപ്പോൾ അവർക്ക് ഒരു inborn urge ഉണ്ട് to fly. Once she walks into traps of lust set by a man, she is tamed to forget the urge to fly. ഒരു ലസ്റ്റിന്റെ ആ ഒരു ട്രാപ്പിലേക്ക് വീണ് കഴിഞ്ഞാൽ she forgets the urge to fly and is rid of her freedom. അപ്പോൾ പോയത്തിന്റെ എൻഡിൽ ഗ്രീക്ക് മിത്തോളജിയിൽ റെഫറൻസ് വരുന്നുണ്ട്, referring her husband as Narcissus and wife to Nympheco. വൈഫിന്റെ urgency for freedom ബേർഡിന്റെ ഫ്ലൈറ്റിനെ പോലെയാണ്. She is unable to break away as her husband tries to cage her and domesticate her so that she would forget her instinctual wish for flight. Time and again, her experience has always been a depressing judgment of men being absolutely self-oriented in their relation with her. An atmosphere of male-dominated sexual experience is created by employment of physical images. Omnipresence of male brought out in following lines with mundane images. അപ്പോൾ അതൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു അന്ന്. അതിനെയൊക്കെ ഡിഫൈ ചെയ്തുകൊണ്ടാണ് ഇത് എഴുതിയത്. അതുകൊണ്ട് വളരെ ക്രിറ്റിസിസം ഈ ഒരു വർക്ക് നേരിട്ടിട്ടുണ്ട്. In the end, female persona must seek freedom in order not to die as an individual from those lethal doses of male ego in order not to remain an old playhouse with all its lights put out. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം കിട്ടാൻ ശ്രമിക്കണം, അല്ലാതെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഓൾഡ് പ്ലേ ഹൗസ് ആയിട്ട് റിമെയിൻ ചെയ്യാതെ പറക്കാൻ ശ്രമിക്കണം. ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം കണ്ടെത്തണം. ഓൾഡ് പ്ലേ ഹൗസ് ലൈറ്റ് എല്ലാം പോയ ഒരു ഓൾഡ് പ്ലേ ഹൗസ് ആയിട്ട് റിമെയിൻ ചെയ്യാതിരിക്കണം. ഫ്രീ വേഴ്സ് ഉണ്ട്, കൺഫെഷണൽ ടോൺ ഉണ്ട്. Frequent repetition of ideas expresses her urgency to fly with her own thoughts, freshly alive to instill in us the intensity of her feelings. അപ്പോൾ frequent repetition of ideas ഉണ്ട്, expressing her urgency to fly. അപ്പോൾ ഈ മെയിൽ ഡോമിനേറ്റഡ് ഈഗോയുടെ മെയിൽ ഷോവനിസത്തിന് ഇടയ്ക്ക് പെട്ടുപോയ ഒരു സ്ത്രീയുടെ അർജാണ് ടു ഫ്ലൈ. In an age when discussing topics such as sexuality and relationships in public was a taboo, she delved into minds of women who wrote candidly about their sexual lives and marital relationships. She comes to terms with a man-woman relationship in blunt, bitter and concrete terms. Memory and nostalgia ഒരു തീമാണ്, റിഫ്ലക്റ്റിംഗ് ഓൺ ചൈൽഡ്ഹുഡ്, ഇമാജിനേഷൻ ആൻഡ് ദ പാസേജ് ഓഫ് ടൈം. ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ exploring how play transforms ordinary spaces into magical ones. ഓർഡിനറി സ്പേസിനെ മാജിക്കൽ വൺസ് ആക്കുന്നത് പ്ലേ ആണ്. അതായത് ഓൾഡ് പ്ലേ ഹൗസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓൾഡ് പ്ലേ ഹൗസ് ഡാർക്ക് ആണെങ്കിലും വളരെ മാജിക്കലാണ്. Decay and change highlighting the impermanence of places and inevitability of aging.
ഇതിന്റെ imagery symbols വരുന്നത് പ്ലേ ഹൗസ് ഒരു physical space ആണ് that becomes a world of imagination symbolizing childhood creativity. ഇപ്പോൾ അതിന്റെ ഒരു ഷെല്ല് മാത്രമേ ഉള്ളെങ്കിലും ഡാർക്ക് ആണെങ്കിലും it becomes a world of imagination. പിന്നെ nature surrounding trees, the sun, the seasons emphasizing the passage of time. Theatre and performance, the playhouse serves as a stage showing the interplay of reality and imagination. അപ്പോൾ ഈ ഒരു old playhouse, കുട്ടികളുടെ ഒരു old playhouse shows the interplay of reality and imagination. Reflective, nostalgic and gentle tone ആണ്, mixture of joy, wonder and subtle sadness at the loss of childhood. അപ്പോൾ ചൈൽഡ്ഹുഡിൽ നിന്ന് മാറി അഡൽട്ടിലേക്ക് എത്തിയപ്പോൾ അല്ലെ ഒരു ആ ഒരു ഏജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഷീ സ്റ്റാർട്ട് മിസ്സിംഗ് ഹർ ചൈൽഡ്ഹുഡ് സീയിങ് ദ ഓൾഡ് പ്ലേ ഹൗസ്. Central idea, childhood spaces are magical because of imagination. The physical decay of these spaces mirrors the passage of time and loss of innocence. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഡീക്കെ, ഈ ഒരു ഓൾഡ് പ്ലേ ഹൗസിന്റെ ഫിസിക്കൽ ഡീക്കെ അല്ല അതിന്റെ ആ നശിച്ചു പോയ ആ ഒരു സാഹചര്യത്തിനാണ് പറയുന്നത് that mirrors the passage of time and loss of innocence. ടൈം കുറെ കടന്നുപോയി, പിന്നെ ഇന്നസെൻസും കളഞ്ഞുപോയി. ഇതിനെയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഫിസിക്കൽ ഡീക്കെ ഓഫ് ദ സ്പേസ് റെപ്രസെന്റ് ചെയ്യുന്നത്. മെമ്മറി പ്രിസർവ്സ് ദ വണ്ടർ ഓഫ് യൂത്ത് ഈവൻ ആസ് റിയാലിറ്റി എൻക്രോച്ചസ്. ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഈ പോയം അല്ലെങ്കിൽ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന പോയം എക്സ്പ്ലോർ ചെയ്യുന്നത് ഐഡന്റിറ്റി, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ഡിഫൈൻസ് അഗെയിൻസ്റ്റ് സോഷ്യൽ കൺസ്ട്രെയിൻസ് ആണ്. ഒരു ഡീപ്ലി പേഴ്സണൽ യെറ്റ് യൂണിവേഴ്സൽ പോയമാണ്. Memories of being confined by rules, told how to behave as a good girl, tension between external expectations and inner freedom or curiosity. ഇതൊക്കെയാണ് ചൈൽഡ്ഹുഡ് ഏർലി സ്ട്രഗിൾസ്. പിന്നെ സെൽഫ് എക്സ്പ്രഷനിലേക്ക് ഒരു ജേർണി. റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് became acts of rebellion. ലാംഗ്വേജ് ഒരു ബ്രിഡ്ജ് ആയിരുന്നു between inner self and outer world. Asserting her individuality, flaws and desires unapologetically. Reflects a human longing for authenticity and freedom, resonating with anyone resisting imposed identities. Candid, fearless, intimate tone and style ആണ്, highlighting the self-expression as both personal and political. ഐഡന്റിറ്റിയെയും സെൽഫ് എക്സ്പ്രഷനെയും ഒക്കെയാണ് തീംസ് ആയിട്ട് വെച്ചിരിക്കുന്നത്, along with defense against social constraints. ഒരു ഡീപ്ലി പേഴ്സണൽ യെറ്റ് യൂണിവേഴ്സൽ പോയമാണ്. Childhood and early struggles, she was confined by rules, being told how to behave as a good girl. കൺസർവേറ്റീവ് സൊസൈറ്റിയിൽ, ഒരു കൺസർവേറ്റീവ് ഹൗസ് ഹോൾഡിൽ ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ള certain unwritten rules ഉണ്ടായിരുന്നു. അതൊക്കെ ഫോളോ ചെയ്ത് വേണം ജീവിക്കാൻ. ടെൻഷൻ ബിറ്റ്വീൻ എക്സ്റ്റേണൽ എക്സ്പെക്ടേഷൻസും ഇന്നർ ഫ്രീഡം ആൻഡ് ക്യൂരിയോസിറ്റിയും ഒരു മെയിൻ തീമാണ്. പിന്നെ എഴുതാൻ റൈറ്റിങ്ങിന് സ്കിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് became acts of rebellion. ഈ ഒരു ആക്ട് സോഷ്യൽ കൺസ്ട്രെയിനിനെതിരെ ഒരു റെബല്യൻ ആയിട്ട് റൈറ്റിങ്ങിനെയും സ്പീക്കിങ്ങിനെയും കമലദാസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ലിറ്റററി സ്കിൽസ് അല്ലെങ്കിൽ എഴുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ലാംഗ്വേജ് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ബ്രിഡ്ജിങ് inner self and outer world, asserting her individuality, flaws and desires unapologetically. ഇൻഡിവിജ്വാലിറ്റിയെയും ഫ്ലോസിനെയും ഡിസയേഴ്സിനെയും ഒക്കെ അൺഅപ്പോളജറ്റിക്കലി അസേർട്ട് ചെയ്തുകൊണ്ട് എഴുതിയിരുന്നു. റിഫ്ലക്റ്റിംഗ് ദ ഹ്യൂമൻ ലോങ്ങിങ് ഫോർ ഓതന്റിസിറ്റി ആൻഡ് ഫ്രീഡം. അപ്പം അങ്ങനെ ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ലൈഫിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, ഫ്രീഡം അല്ല ഓതന്റിസിറ്റി വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിനായിട്ടുള്ള ആ ഒരു പ്രതിഷേധം എഴുത്തിലൂടെയാണ് അവർ ചെയ്തിരുന്നത്. സെൽഫ് എക്സ്പ്രഷനെ ബോത്ത് പേഴ്സണലും പൊളിറ്റിക്കലും ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. No claim of complete freedom but affirms right to exist and narrate life. അപ്പം ഒരു കംപ്ലീറ്റ് ഫ്രീഡം വേണമെന്നല്ല, ബട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള റൈറ്റും ലൈഫിനെ നറേറ്റ് ചെയ്യാനുള്ള റൈറ്റും വേണമെന്ന് എപ്പോഴും എഴുതിയിരുന്നു. ഐഡന്റിറ്റി സീൻ ആസ് ഫ്ലൂയിഡ്, കോംപ്ലക്സ് ആൻഡ് കണ്ടിന്യൂലി ഇവോൾവിംഗ്. ഒരു പേഴ്സണൽ പോയത്തിനേക്കാളും കൂടുതൽ ഇറ്റ് ഈസ് എ മാനിഫെസ്റ്റോ ഓഫ് കറേജ്, ഡിഗ്നിറ്റി ആൻഡ് ലിബറേഷൻ ത്രൂ വൺസ് ഓൺ വോയിസ്. Fearless exploration of identity, love and spirituality continues to inspire generations of readers and writers. ഇതൊരു 1965 റിലീസ് ആണ് in one of a well-known poetry collections, Summer in Calcutta.
ഈ poem start ചെയ്യുന്നത് by drawing a comparison between her understanding of politicians and the days of week and months of the year. She was very knowledgeable about politics, പക്ഷെ people in her positions of authority have stayed in her memory. Kamala Das പറയുന്നത് that many criticize her for writing in English as she goes on to discuss language and its significance in her life. റൈറ്റിങ്ങിനെ ഒരു പാർട്ട് ഓഫ് റെബല്ലിയൻ ആയിട്ടാണ് കമലാദാസ് എടുത്തിരുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതുമായിരുന്നു. അപ്പോൾ പലരും അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്നതിന്. ഇംഗ്ലീഷ് അവരുടെ മദർ ടങ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്നതിൽ നിന്ന് അവരെ പലരും റെസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അവരെ പലരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഷീ ഫീൽസ് അലോൺ wherever someone criticizes the way she writes or communicates. Next few lines the speaker goes on to the characters herself as half English half Indian. half English half Indian ആയിട്ടാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. recognizing the irony in this pairing and calls it what it is, honest. അപ്പോൾ half English half Indian എന്നുള്ള ഒരു കൺസെപ്റ്റ് വളരെ ഓണസ്റ്റ് ആണെന്നാണ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സ്പീക്കിംഗ് ടു oneself is like yelling at a lion. By her voice speaker defines her independence. അപ്പം അവരുടെ ഇൻഡിപെൻഡൻസ് അവർ ഡിക്ലെയർ ചെയ്യുന്നത് വോയിസിലൂടെയാണ് അല്ലെങ്കിൽ എഴുത്തിലൂടെയാണ്. ഡെഫിനേഷൻ ഓഫ് ഹർ ദിസ് കണ്ടന്റ് ഇസ് given in the lines that follow in an introduction. And it has to do with her desire for independence. She doesn't know what else to seek when she was younger, so she asked for love. എന്ത് ലവ് ആണ് അവർ ചോദിച്ചത്. Classifying her own body in one of the categories she rebelled against in opening verse, which makes this phrase an phrase intriguing. 16 years of age married ആയി because of this reduction of women to nothing more than bodies. Compulsion ആയിരുന്നു 16 years of age married ആവാനുള്ള compulsion. She transformed, made decision to chop off her hair and put on her brother's trousers. അവിടെയും സ്ത്രീ ആയിട്ട് അല്ലെ ഒരു ഗേൾ ആയിട്ട് ആ കൺസ്ട്രെയിൻസ് ഇടയിൽ ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. സോ ഷീ ചോപ്ഡ് ഓഫ് ഹർ ഹെയർ ആൻഡ് പുട്ട് ഓൺ ഹർ ബ്രദേഴ്സ് ട്രൗസേഴ്സ്. സ്പീക്കർ പേർജ് ചെയ്യാണ്, പേർജിങ് ഹെർസെൽഫ് ഓൺ ഡാമേജിങ് പെർസെപ്ഷൻ ഓഫ് വിമൻ. അപ്പൊ ഈ പോയിട്ട് തന്നെയാണ് സ്പീക്കർ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഷീ ക്വസ്റ്റ്യൻസ് ഹൂ ഷീ ഈസ് ആൻഡ് ഫൈൻഡ്സ് ഇറ്റ് അമേസിംഗ് ദാറ്റ് ഷീ ക്യാൻ നൗ ബി കമല ഓർ ആമി. പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കമലദാസ്. കമലദാസ് ആയിട്ടും മാധവിക്കുട്ടിയായിട്ടും ആമി ആയിട്ടും ഒക്കെ. gained notoriety and continued to go by this last name in the കമലദാസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. included a few more warnings for categorizers. ഒരു ദിവസം ഒരു തവണ she asked the man who he is at the height of her feelings. He answers, it is I. The I stands for his agency in the world. അപ്പൊ I എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ മാനിന്റെ വേൾഡിൽ ഉള്ള ഏജൻസിയാണ്. മറ്റേ പോയതില്ലാതെ ഓൾഡ് പ്ലേ ഹൗസിൽ യു ആണ് ആ ടേം, അതായത് either her husband or another man. ഇവിടെ ഐ ആണ്. ഐ സ്റ്റാൻഡ്സ് ഫോർ ഹിസ് ഏജൻസി ഇൻ ദ വേൾഡ്. മെയിൽ ഡോമിനൻസി അല്ലെങ്കിൽ മെയിൽ ഷോവിനിസം ഒക്കെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഷീ ഫൈൻഡ്സ് ഹെർസെൽഫ് caught between world's attempt to restrict her and her own longing for a free life. In the last words are one of disapproval and defense. Explores her own psychological and emotional state as she battles patriarchal culture and age. Every male leader in that ഇന്ത്യയിലെ അന്നത്തെ എല്ലാ മെയിൽ ലീഡേഴ്സുമായിട്ട് ഫെമിലിയർ ആയിരുന്നു. As a testament to their immense power, their names are a part of her works. She explains how guys may navigate the world with a strong sense of who they are. Feelings and choices are acceptable. Explains how guys may navigate the world with a strong sense of who they are. അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുമായിട്ട് ഇക്വാലിറ്റി, ഈക്വൽ റൈറ്റ്സ്, ഫ്രീഡം, മാരേജ് പോലുള്ള വിഷയങ്ങളിൽ ഡീപ്ലി ഇൻഡൽജ് ചെയ്യുന്നുണ്ട്. ദിസ് പോയം മേക്സ് എ സ്ട്രോങ് ഫെമിനിസ്റ്റ് സ്റ്റാൻസ് സപ്പോർട്ടിംഗ് വിമൻസ് ഫ്രീഡം ഓഫ് ചോയ്സ്, ദാറ്റ് ഈസ് ജനറൽ. അപ്പോൾ റീഡേഴ്സ് ഇവിടെ ചെയ്യേണ്ടത് ദേ ഷുഡ് ബി ഏബിൾ ടു ക്വസ്റ്റ്യൻ ദെംസെൽവ്സ് ഹൗ ഇഫ് അറ്റ് ഓൾ ദ തിങ് ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് relate to their own lives. അങ്ങനെ അല്ലെങ്കിൽ they should be able to ask themselves why, as well as whether some sort of unrecognized or neglected privilege is improving their lot in life.
ഒരു സ്റ്റാൻസയിൽ 60 ലൈൻസ് ഉണ്ടാവും ഈ പോയത്തിൽ. ദീസ് ലൈൻസ് ഡു നോട്ട് അഡ്ഹിയർ ടു എനി പർട്ടിക്കുലർ മെട്രിക്കൽ പാറ്റേൺ ആൻഡ് ക്യാൻ ഹാവ് 3, 5 ഓർ ഈവൻ 11 വേർഡ്സ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റൈലിലല്ല അല്ലെങ്കിൽ ഒരു മെട്രിക്കലല്ല എഴുതിയിരുന്നത്. The length and syllable counts of lines also differ significantly. Literary devices ഇഷ്ടം പോലെ യൂസ് ചെയ്തിട്ടുണ്ട്, including anaphora, repetition and enjambment. തീംസിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് പോവാം. കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് ഹൈബ്രിഡിറ്റി, എക്സ്പ്ലോറിംഗ് ദ ചാലഞ്ചസ് ഓഫ് ഗ്രോയിങ് അപ്പ് ഇൻ എ ബൈലിംഗ്വൽ മൾട്ടികൾച്ചറൽ എൻവയോൺമെന്റ്. കേരളത്തിലും കുറെ കാലം താമസിച്ചിരുന്നു, പിന്നെ കൽക്കട്ടയിലേക്ക് പോയി. അങ്ങനെ ഒരു ബൈലിംഗ്വലും മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വളർന്നൊരു ചൈൽഡാണ്. ഹൈലൈറ്റിംഗ് ദ ടെൻഷൻ ബിറ്റ്വീൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഇന്ത്യൻ ട്രഡീഷൻസ്. അപ്പോൾ കൽക്കട്ടയിൽ ആണ് എഡ്യൂക്കേഷൻ നടത്തിയിരുന്നത്. സോ ഇറ്റ് ഹൈലൈറ്റ്സ് ടെൻഷൻ ബിറ്റ്വീൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഇന്ത്യൻ ട്രഡീഷൻസ്. ലാംഗ്വേജ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ എക്സാമിൻസ് ഹൗ ലാംഗ്വേജ് ഷേപ്സ് ഐഡന്റിറ്റി, തോട്ട് ആൻഡ് കൾച്ചറൽ ബിലോങ്ങിങ്. അപ്പോൾ നേരത്തെ പറയുന്നുണ്ട് പോയാൽ ഇംഗ്ലീഷിൽ എഴുതുന്നാൽ പലരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെന്ന്. ബട്ട് ഷീ ടേക്സ് English language as a weapon to rebel against controversies and societal pressures against women. Imagery and symbols. Language ഈ പോയിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിനെയാണ്, which is imposed and learned with native languages, that is Tamil, Kannada or Telugu, symbolizing dual cultural heritage. Western culture ആണ് ഇന്ന് വന്നതാണ് ഇംഗ്ലീഷ് എങ്കിൽ ഇന്ത്യൻ കൾച്ചർ ആണ് നേറ്റീവ് ലാംഗ്വേജസ്. എവറിഡേ ലൈഫ്, ഫാമിലി ആൻഡ് ലോക്കൽ കസ്റ്റംസ് ഡെപ്പിക്ട് ചെയ്യുന്നത് പോയറ്റിന്റെ ഇന്ത്യൻ റൂട്ട്സിനെയാണ്. സ്കൂളിലും കൊളോണിയൽ ഇൻഫ്ലുവൻസും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഓൺ പേഴ്സണൽ ഐഡന്റിറ്റി. പേഴ്സണൽ ഐഡന്റിറ്റിക്ക് പുറത്ത് വരുന്ന എക്സ്റ്റേണൽ പ്രഷർ അല്ലെ ഫോഴ്സ് ആണ് സ്കൂളും കൊളോണിയൽ ഇൻഫ്ലുവൻസും ഒക്കെ. കോൺവെർസേഷണൽ, കാൻഡിഡ് ആൻഡ് സെൽഫ് റിഫ്ലക്റ്റീവ് ടോൺ ആണ്, മിക്സിംഗ് ഹ്യൂമർ, ക്രിട്ടിക് ആൻഡ് ജെന്റിൽ സർക്കാസം ടു ഡിസ്കസ് സീരിയസ് ഇഷ്യൂസ് ഓഫ് ഐഡന്റിറ്റി. ഫ്രീ വേഴ്സ് with colloquial language ആണ്, reflecting natural speech and personal voice. അവിടെ ഇൻഡിവിജ്വാലിറ്റിയുടെ അല്ലെ പേഴ്സണൽ വോയിസിന്റെ എംഫസിസ് വരുന്നുണ്ട്. combines autobiographical narrative with social commentary. ഇപ്പോൾ തന്നെ central idea, growing up in a colonial India involves negotiating multiple identities. Poet struggles between culture imposed by English education and her own inherited traditions. അപ്പോൾ ജനിച്ചു വളർന്നത് കേരളത്തിലാണ്, മലയാളിയാണ്, പക്ഷെ പഠിച്ചതൊക്കെ കൽക്കട്ടയിലാണ്. സോ കൽക്കട്ടയിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസും ഓൺ ഇൻഹെറിറ്റഡ് ട്രഡീഷൻസും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് പറയുന്നുണ്ട്. ട്രൂ സെൽഫ് എക്സ്പ്രഷൻ കംസ് ഫ്രം എംബ്രേസിംഗ് ബോത്ത് ആസ്പെക്ട്സ് ഓഫ് ഐഡന്റിറ്റി വൈൽ അക്നോളജിംഗ് ദ ചാലഞ്ചസ് ദേ ക്രിയേറ്റ്.